സംസ്ഥാനത്ത് വീണ്ടും ജീവനെടുത്ത് കാട്ടാന. ഇടുക്കി പെരുവന്താനത്തുണ്ടായ ആക്രമണത്തിൽ കൊമ്പൻപാറ നെല്ലിവിള പുത്തൻ വീട്ടിൽ സോഫിയ ഇസ്മയിലാണ് മരിച്ചത്. TR&T എസ്റ്റേറ്റിൽ വെച്ചായിരുന്നു ആക്രമണമുണ്ടായത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി. അഞ്ജന അനിൽകുമാർ നൽകും വിശദാംശങ്ങൾ. അഞ്ജന, ഏറെ നേരമായി അവിടെ ആക്രമണം ഉണ്ടായിട്ട് ഇതിനുശേഷം ഈ ഒരു മൃതദേഹം അവിടെ നിന്ന് മാറ്റാൻ സമ്മതിച്ചിരുന്നില്ല എന്ന് പറയുന്നു. ഇപ്പോൾ എന്താണ് സാഹചര്യം നിലവിൽ അവിടെ? ശ്രുതി, ദാരുണമായ സംഭവമാണ് ഇടുക്കി പെരുവന്താനത്ത് ഇന്ന് ഉണ്ടായിരിക്കുന്നത്. 6 മണിയോട് കൂടിയാണ് ഇങ്ങനെ ഒരു അപകടമുണ്ടായത്. കുളിക്കാനായി സമീപത്തുള്ള ആറിലേക്ക് പോയതായിരുന്നു സോഫിയ. അതിനുശേഷം ഏറെ നേരമായിട്ടും കാണാതിരുന്നതിനെ തുടർന്ന് മകൻ അന്വേഷിച്ചു ചെല്ലുമ്പോഴാണ് ഇങ്ങനെ കാട്ടാന ആക്രമണമേറ്റിങ്ങനെ കാട്ടിൽ മൃതദേഹം കിടക്കുന്നത് കണ്ടത്. എന്തായാലും സംഭവം 6 മണിക്കുണ്ടായതാണ്. ഇത്രയും മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും മൃതദേഹം സംഭവ സ്ഥലത്ത് നിന്നും മാറ്റാൻ കഴിഞ്ഞിട്ടില്ല. കാട്ടാന ഭീതി ഉള്ളതിനാൽ തന്നെ നാട്ടുകാരും തന്നെ ഈ മൃതദേഹത്തിന്റെ അടുത്തേക്ക് പോകുവാനും തയ്യാറായിരുന്നില്ല. എന്നാൽ കുറച്ച് കഴിഞ്ഞപ്പോൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സംഭവ സ്ഥലത്തെത്തി. എന്നിരുന്നാലും ഇപ്പോഴും മൃതദേഹം അവിടെ നിന്ന് നീക്കാൻ നാട്ടുകാർ അനുവദിച്ചിട്ടില്ല. നാട്ടുകാരുടെ നേതൃത്വത്തിൽ സംഭവ സ്ഥലത്ത് പ്രതിഷേധം നടക്കുകയാണ്. മൃതദേഹം മാറ്റാൻ അനുവദിക്കില്ല. കളക്ടർ ഉടൻ സംഭവ സ്ഥലത്ത് എത്തണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. നാട്ടുകാരെ കളക്ടർ എത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും ഇതുവരെയും കളക്ടർ സംഭവ സ്ഥലത്ത് എത്തിയിട്ടില്ല. കളക്ടർ വരുന്നതുവരെ തങ്ങളുടെ പ്രതിഷേധം തുടരുമെന്നാണ് നാട്ടുകാർ അറിയിച്ചിരിക്കുന്നത്. ഏറെ നേരമായി പ്രതിഷേധങ്ങൾ അവിടെ ഉയരുകയാണ്. എന്തായാലും ഈ ഒരു വിഷയത്തിന് ഒരു പരിഹാരം വേണം എന്നതാണ് നാട്ടുകാരുടെ ആവശ്യം. കാട്ടാന ഭീഷണിയുള്ള ഒരു പ്രദേശമാണ്. 10ഉം 20ഉം കാട്ടാനകൾ സഞ്ചരിച്ചു പോകുന്ന പ്രദേശമാണെന്നാണ് നാട്ടുകാർ സൂചിപ്പിക്കുന്നത്. തങ്ങളുടെ പ്രശ്നങ്ങളെക്കുറിച്ച് വനവകുപ്പിനെ അറിയിച്ചതാണ്. എന്നിട്ടും ഇങ്ങനെയുള്ള അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ തങ്ങൾക്ക് ശാശ്വതമായ ഒരു പരിഹാരം വേണമെന്നാണ് നാട്ടുകാർ അറിയിക്കുന്നത്. കൂടാതെ ഈ വനവകുപ്പ് ഉദ്യോഗസ്ഥരെ നാട്ടുകാർ പലവട്ടം സമീപിച്ചതാണ്. ഇങ്ങനെയുള്ള ഭീഷണികളെക്കുറിച്ച് അറിയിച്ചതാണ്. ഈ പ്രദേശത്ത് ഒട്ടനവധി വീടുകളുണ്ട്. പലരും ഈ കാട്ടാന ഭീഷണിയുള്ള പ്രദേശമായതുകൊണ്ട് തന്നെ മാറിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ടൗണിലേക്ക് പലരും മാറി താമസിച്ചിട്ടുണ്ട് ഇങ്ങനെ ഒരു ഭീഷണി നിലനിൽക്കുന്നത് കൊണ്ട്. പക്ഷെ ഇപ്പോഴും അവിടെ തുടരുന്ന ആളുകളാണ് ഇങ്ങനെയുള്ള പരാതികൾ സ്ഥിരമായി വനവകുപ്പിനെ അറിയിച്ചത്. എന്നിട്ടും ഇവരുടെ ഒരു പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാകാത്തതിനാലാണ് ഇപ്പോൾ ഒരു ജീവൻ പൊലിയുന്ന ഒരു സാഹചര്യം ഉണ്ടായത് എന്നാണ് നാട്ടുകാർ പറയുന്നത്. എന്തായാലും കളക്ടർ സംഭവ സ്ഥലത്ത് എത്തുന്നത് വരെ പ്രതിഷേധം തുടരാനാണ് നാട്ടുകാരുടെ തീരുമാനം. അതുവരെ ഈ മൃതദേഹം സംഭവ സ്ഥലത്ത് തന്നെ കിടക്കട്ടെ എന്നതാണ് നാട്ടുകാരുടെ നിലപാട്. എന്തായാലും ദാരുണമായ സംഭവമാണ് ഇന്ന് 6 മണിയോടുകൂടി ഇടുക്കി പെരുവന്താനത്ത് ഉണ്ടായിരിക്കുന്നത്. ഈ ഒരു പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാകുന്നത് വരെ എന്തായാലും സമരമുറകളുമായിട്ടാണ് ഇവർ മുന്നോട്ട് പോകുന്നത്. ആക്രമണത്തിൽ കൊല്ലപ്പെട്ട സോഫിയ ഇസ്മയിൽ ഇവർ കുളിക്കാൻ പോയ സമയത്താണ് ഇങ്ങനെ ഒരു ആക്രമണം ഉണ്ടായതെന്ന് മനസ്സിലാക്കുന്നത്. ഇത് വനമേഖലയാണോ ഈ പ്രദേശം? അവിടെ മുൻപും ഇത്തരത്തിലുള്ള അതായത് കാട്ടാന ശല്യം ഉണ്ടെന്ന് പറയുന്നു. ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണമോ അത്രയും എന്തെങ്കിലും സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നോ? പരാതിയെല്ലാം പറയുന്നുണ്ട് പ്രദേശവാസികൾ, നാട്ടുകാർ എന്ന് പറയുന്നുണ്ടല്ലോ. ശ്രുതി, കാട്ടാന ഭീഷണി ഉള്ള ഒരു പ്രദേശം തന്നെയാണിത്. എന്നാൽ കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ അപകടങ്ങളൊന്നും ഇങ്ങനെ ഉണ്ടായിട്ടില്ല. ഈ ഒരു വർഷത്തിലധികമായി അപകടങ്ങളൊന്നും ഉണ്ടാകാതെ ഇരുന്ന ഒരു പ്രദേശമാണ്. എന്നിരുന്നാലും നിരന്തരം കാട്ടാനകൾ സഞ്ചരിക്കുന്ന ഒരു പ്രദേശം തന്നെയായിരുന്നു. അതിനാൽ തന്നെ ആളുകൾക്ക് പേടിയുണ്ടായിരുന്നു. എപ്പോൾ വേണമെങ്കിലും ഇങ്ങനെ ഒരു അപകടം ഉണ്ടാകുമെന്നൊരു ഭയം അവരുടെ ഉള്ളിലുണ്ടായിരുന്നു. അതിനാൽ തന്നെ ആണ് ഇവർ ഈ വനംവകുപ്പ് അധികൃതരെ എല്ലാം തന്നെ ഈ വിഷയത്തിന്റെ ഒരു ഗൗരവം അറിയിച്ചത്. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ പ്രതിഷേധവുമായും അവർ മുന്നോട്ട് പോകുന്നത്. കാരണം പലവട്ടം അവർ സൂചിപ്പിച്ച കാര്യമാണ്, ഇങ്ങനെ കാട്ടാനകൾ നിരന്തരമായി പോകുന്ന ഒരു വഴിയാണ്, തങ്ങളുടെ ജീവൻ എപ്പോൾ വേണമെങ്കിലും ഒരു ഭീഷണി ഉണ്ടാകാമെന്നത്. ഇതൊരു കാട്ടുപ്രദേശമാണ്. ഇവർ താമസിക്കുന്നതിൻ്റെ തൊട്ടടുത്തായി തന്നെ വലിയ വനപ്രദേശമാണ്. അതിനാൽ തന്നെ ഇതിലെ എല്ലാം തന്നെ കാട്ടാനകൾ സഞ്ചരിച്ചു പോകുന്ന ഒരു പാതയാണ്. പല ദിവസങ്ങളിലും കൂട്ടത്തോടെ ആനകൾ പോകുന്നത് ഇങ്ങനെ നാട്ടുകാർ കാണാറുണ്ട് എന്നതടക്കം പറഞ്ഞിട്ടുമുണ്ട്. പക്ഷേ ഇങ്ങനെ ഒരു സംഭവം ഈ പ്രദേശത്തുണ്ടാകുന്നത് ഒരുപാട് നാളുകൾക്ക് ശേഷമാണ്. കാരണം ഈ അടുത്തൊന്നും ഇങ്ങനെ ഒരു അപകടം ഉണ്ടായിട്ടില്ല. പക്ഷേ ഈ ഒരു ഭീതി ഉണ്ടായിരുന്നു. അതിനാൽ തന്നെയാണ് ഈ പ്രദേശത്ത് താമസിച്ചിരുന്ന പലരും ടൗണിലേക്കും മറ്റും മാറി താമസിക്കുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടായത്. എന്നാൽ അതിന് കഴിയാത്തവരാണ് ഇവിടെ താമസിച്ചു കൊണ്ടിരുന്നത്. അങ്ങനെയുള്ള ഒരു സ്ത്രീയാണ് ഇന്നിപ്പോൾ വൈകിട്ട് മരണപ്പെട്ടിരിക്കുന്നത്. കുളിക്കാനായി സമീപത്തെ ആറിൽ പോയിട്ട് ഏറെ നേരമായിട്ടും കാണാതിരുന്നപ്പോൾ മകൻ അന്വേഷിച്ച് ചെല്ലുകയായിരുന്നു. മകൻ അന്വേഷിച്ച് ചെന്നപ്പോൾ ആനയുടെ ചിഹ്നം വിളി കേട്ടിരുന്നു.
ഈ ആനയുടെ ചിഹ്നം വിളിയും കേട്ട് കുറച്ച് ദൂരം മുന്നോട്ട് നടന്നപ്പോഴാണ് അമ്മയുടെ മൃതദേഹം ഈ മകൻ കാണാനിടയായത്. ഉടൻ തന്നെ നാട്ടുകാരെയും പിതാവിനെയും എല്ലാം വിളിച്ചുവെങ്കിലും ആരും തന്നെ ഈ മൃതദേഹത്തിന് അടുത്തേക്ക് പോകാനുള്ള ധൈര്യമുണ്ടായിരുന്നില്ല. കാരണം ഈ വഴിയിലെല്ലാം തന്നെ ആനയുടെ കാൽപ്പാടുകൾ അടക്കമുണ്ടായിരുന്നു. പിന്നീട് ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ എത്തിയപ്പോഴാണ് നാട്ടുകാരും ഈ പ്രദേശത്ത് കൂടിയത്. പക്ഷെ ഇപ്പോഴും മൃതദേഹം നീക്കാൻ അവർ അനുവദിച്ചിട്ടില്ല. കാരണം ഇവർക്ക് വേണ്ടതൊരു പരിഹാരമാണ്. കളക്ടർ എത്തണം, ഇതിലൊരു ഔദ്യോഗിക ഇടപെടൽ ഉണ്ടാകണം എന്ന ആവശ്യമാണ് ഇപ്പോൾ നാട്ടുകാർ ഉന്നയിക്കുന്നത്.